ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഇതാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. നോക്കാം. Five of Wands, Two of Wands, King of Cup, Wheel, King of Sword, King of Wands, Three of Sword, Nine of Pentacle, Hermit, Seven of Sword, King of Pentacle, Sun കാർഡ് കിട്ടിയിട്ടുണ്ട്. Emperor, Magician, Ten of Swords. ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് പെൻറ്റിക്കൽ ആണ്. ഫോർ ഓഫ് പെൻറ്റിക്കൽ എന്ന് വെച്ചാൽ സെൽഫിഷ്. നിങ്ങളുടെ കാര്യത്തിൽ അത്രയും സെൽഫിഷ് ആണ് ആ വ്യക്തി. ഫോർ ഓഫ് പെൻറ്റിക്കൽ എല്ലാ കാര്യം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ മറ്റൊരാൾ നോക്കുന്നത് പോലും ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഫോർ ഓഫ് പെൻറ്റിക്കൽ എന്തുണ്ടെങ്കിലും ഹോൾഡ് ചെയ്ത്, സെൽഫിഷാണ്, വളരെ പൊസസീവാണ്, സ്നേഹം ഹൈഡ് ചെയ്ത് വെക്കും, എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ അതും ഹൈഡ് ചെയ്ത് വെക്കും. അതാണ് ആ വ്യക്തിയുടെ സ്വഭാവം. പണം ഹോൾഡ് ചെയ്ത് പിടിക്കും, നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇപ്പം ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഉടൻ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നോക്കാം, ഇങ്ങോട്ടേക്ക് നോക്കാം. സ്നേഹവും ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഹൈഡിങ് ആണ്. ഇങ്ങനെ കാണിക്കൂല. ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള ഒരു ത്രില്ലിലാണ് ആ വ്യക്തി. എന്ത് തരത്തിലും ഒരു ജോലിയല്ല, ഒരു ജോലി കഴിഞ്ഞ് പിന്നെയും വേറെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അതും ഏറ്റെടുത്ത് എങ്ങനെയും ഒരുപാട് സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ വേറെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അപ്പം ജലസിയാണ്. ഒരു പൊസസീവാണ് ആ വ്യക്തിക്ക്. കൂടുതൽ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു. സ്നേഹം എത്ര കിട്ടിയാലും പോരാത്തൊരു വ്യക്തിയാണ്. കൂടുതൽ കിട്ടണം ആ വ്യക്തിക്ക്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വ്യക്തിക്ക് കൂടുതൽ കിട്ടണം. അടുത്തത് 5 of Wands ആണ്. വൺസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഫൈറ്റ്.
മനസ്സിലിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. മനസ്സിൻ്റെ സംഘർഷം, തർക്കങ്ങൾ, ഒരു വഴക്കിന് അങ്ങനെ ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ആ ഒരു സംഘർഷം, വൈരുദ്ധ്യം, ഈഗോ, കൺഫ്യൂഷൻ, ദേഷ്യം, ഉറക്കക്കുറവ് ഒക്കെ ഉണ്ട് ആ വ്യക്തിക്ക്. ഇപ്പം എന്തൊക്കെയോ മനസ്സിലിങ്ങനെ വല്ലാത്ത സംഘർഷത്തിലാണ് ആ വ്യക്തി. അടുത്തത് 2 of Wands ആണ്. 2 of Wands എന്ന് പറഞ്ഞാൽ പാഷനെ ഫോളോ ചെയ്യുന്നു, ഒരുപാട് സമ്പാദിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ആ വ്യക്തി. നിങ്ങളോടൊരു സ്പാർക്കായ ഒരു സ്നേഹമാണ് 2 of Wands. ഫാഷനെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ ഗോള്. നിങ്ങൾ തമ്മിലൊരു ഏജ് ഡിഫറൻസ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഒരു രണ്ട് വഴിയുണ്ട്. അതിൽ ഏത് വഴിയിലും ഒന്നുകിൽ ജോലിയാവാം, ഏത് ജോലി ചൂസ് ചെയ്യണം എന്നാവാം, 2 സിറ്റുവേഷൻ ആവാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. ഓരോരാളുടെ ഒരു ഇതുണ്ട്, ജോലിയാവാന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്തത് കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു രാജാവാണ് ആ വ്യക്തി. സ്നേഹം, അങ്ങേയറ്റ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് അങ്ങനെ കാണിക്കൂല. സ്നേഹത്തിൽ വിജയിച്ച വ്യക്തി, ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ വ്യക്തി എല്ലാ തീരുമാനവും എടുക്കുള്ളൂ. അപ്പം എന്തിനൊരു ബൗണ്ടറി വെച്ച് നിൽക്കാൻ അറിയാം. നിങ്ങൾ തമ്മിലൊരു ഇമോഷണലി കണക്റ്റഡ് ആണ്. അത്രയും കെയറിങ് ആണ് നിങ്ങളോട്. അത്ര നല്ലൊരു സ്നേഹത്തിൻ്റെ ഉടമയാണ് ഈ വ്യക്തി. കിങ് അല്ലേ, സ്നേഹത്തിൻ്റെ കപ്പല്ലേ, സ്നേഹത്തിൻ്റെ രാജാവാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ കാലമെല്ലാം ഓർത്തിട്ട് ആ വ്യക്തി വിഷമിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. എത്ര തന്നെ തല്ലിപ്പിരിഞ്ഞാലും സ്നേഹം കൂടുകയുള്ളൂ. സ്നേഹം ഒരുപാടുണ്ടെങ്കിൽ അത് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. രാജാവല്ലേ, രാജാവിൻ്റെ പോലെ ആ ഒരു ഈഗോലം വെച്ച് ഒരു നിൽക്കണ്ടേ. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. വിധിപ്രകാരം വന്നുപെട്ടതാണ് നിങ്ങൾ തമ്മിൽ. വെറുതെ വന്നതല്ല, വിധിപ്രകാരം തന്നെ വന്നതാണ്. ഡെസ്റ്റിനി, ഭാഗ്യം കറങ്ങി വരും. യൂണിവേഴ്സിൻ്റെ ടൈമിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവും. നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. ബന്ധം ദൃഢമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ബന്ധം മറ്റുള്ളവരുടെ അസൂയ വളരെ ഉള്ളൊരു റിലേഷൻഷിപ്പായത്. ഒരുപാട് ആൾക്കാരുടെ അസൂയുണ്ട് നിങ്ങൾക്ക്. ഇതുവരെ സംഭവിച്ച എല്ലാ വേദനയും മാറി നല്ലൊരു സന്തോഷകരമായ ഒരു ലൈഫിലേക്കാണ് പോകുന്നത്. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. വിനോഫോർച്യൂൺ എന്ന് വെച്ചാൽ വിധിപ്രകാരം കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മയും ലൈഫിൽ മുന്നോട്ട് പോകേണ്ട നിങ്ങൾ തമ്മിൽ ചെയ്ത് തീർക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോഡാണ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നൊരു വ്യക്തിയാണ്. നിർവഹണ ശക്തി, കാര്യം നിർവഹിച്ചെടുക്കാൻ വേണ്ടി ഒന്നും നോക്കാതെ, കണ്ണുമൂക്ക് നോക്കാതെ ഓടുക എന്ന് പറയില്ല, അതുപോലെ ഓടി വരുന്നൊരു വ്യക്തി. ആലോചിക്കാതെ തീരുമാനം എടുത്തുപോയി
നിങ്ങൾ തമ്മിൽ രണ്ടുപേരും നല്ലതിൽ സംസാരിക്കാമെന്ന് വിചാരിച്ച് കണ്ടുമുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നത്തിലേക്കാണ് വരുന്നത്. പ്രശ്നമാവുന്ന എന്തെങ്കിലും പറഞ്ഞത് പ്രശ്നമായി മാറും. സ്നേഹത്തോടെ വന്ന് സംസാരിക്കാൻ വെച്ച് വരികയാണ്, പക്ഷെങ്കിൽ അത് പ്രശ്നത്തിൽ. അടുത്തത് നൈൻ ഓഫ് വൺസ് എന്ന് വെച്ചാൽ വെരി ഇഷ്ടം, അത്രക്ക് ഇഷ്ടമാണ്. കമ്മിറ്റായാൽ പിന്നെ ഒരിക്കലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ലൈഫ് അവസാനിക്കും വരെയും കൂടെ ഉണ്ടാവും എന്നാണ്. അത്രയും അഭിമാനമാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിച്ചതിൽ. ആ വ്യക്തി അത്രയും എന്താ, ഞാൻ നിന്നെ വിട്ടുപോവില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പ്രോമിസ് ചെയ്യുന്ന ഒരു ഇതാണ് നൈറ്റ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ കേട്ടോ. എന്തെങ്കിലും തരത്തിൽ വിട്ടു പിരിഞ്ഞ് പോകേണ്ടി വന്നാലും ഉറപ്പിക്കാം ആ വ്യക്തി തിരിച്ചു വരും എന്നുള്ളത്. ഉയർന്ന ഊർജത്തോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 3 ഓഫ് സോഡാണ്. സോഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി കൺട്രോളിലുണ്ട്. തേർഡ് പാർട്ടീൻ്റെ ഒരു കൺട്രോളിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഫാഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചതിന് ഗോൾ നിങ്ങളെ നഷ്ടമാവുമോ എന്നുള്ളൊരു പേടി. തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഒറ്റ ലക്ഷ്യം, നിങ്ങളെന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ. തേർഡ് പാർട്ടി എന്ത് കൺട്രോൾ ചെയ്താലും അതൊന്നും വില വെക്കുന്ന വ്യക്തിയല്ല. ഭാവിയിൽ നിങ്ങളെ നേടുമെന്ന ഒരു ഉറച്ച വിശ്വാസം ആ വ്യക്തി മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തമാക്കും തന്നെ. ആ വ്യക്തി തേർഡ് പാർട്ടി വളരെ ആ വ്യക്തിനെ മാനസികമായിട്ടെല്ലാം തളർത്തുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അതൊന്നും വാല്യൂ കൽപ്പിക്കുന്നില്ല. വ്യക്തിക്ക് വാല്യൂ നിങ്ങൾ തന്നെയാണ്. ഭാവിയിൽ നമ്മൾ ഒന്ന് ചേരും തന്നെ ആ വ്യക്തി ഉറച്ചെടുത്ത തീരുമാനം. അടുത്തത് 9 ഓഫ് പെന്റിക്കലാണ്. 9 ഓഫ് പെന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ബന്ധം, അത്രയും എല്ലാ സക്സസ്സുള്ള ഇൻഡിപെൻഡൻ്റായ ഒരു സ്ത്രീയാണിത്. ആ വ്യക്തി എല്ലാം നേടി ഇൻഡിപെൻഡൻ്റായിട്ട് ഈ രാജകുമാരിയെ പോലെ നിങ്ങളെ നോക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല സ്റ്റേബിൾ ആകണം ഫിനാൻഷ്യൽ എല്ലാം എന്ന്. അടുത്തത് ഹെർമിറ്റാണ്. ആ വ്യക്തി ആ വ്യക്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ സംഭവിച്ച കാര്യത്തിൻ്റെ സത്യാവസ്ഥ ചകഞ്ഞ് എടുത്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും കഴിഞ്ഞുപോയ സംഭവത്തെ ഒന്നുകൂടെ ചകഞ്ഞെടുത്ത് അതെന്തായിരുന്നു, എങ്ങനെ അത് സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. അടുത്തത് 7 ഓഫ് സോഡാണ്. 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ വഞ്ചന. ഒരു രഹസ്യങ്ങളെല്ലാം ഈ വ്യക്തിയിൽ നിന്ന് ഒളിപ്പിച്ച് ഒറ്റപ്പെട് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു പല രഹസ്യങ്ങളും ആ വ്യക്തിനെ മറച്ചു വെച്ചിട്ട് തേർഡ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇഷ്യൂവും എല്ലാം നടക്കുന്നുണ്ട്. അതാണ് ആ വ്യക്തി ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഒരു എനിക്ക് ചീറ്റ് സംഭവിക്കുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയത്തിലാണ് ആ വ്യക്തി ഉള്ളത്. തേർഡ് പാർട്ടി വളരെ ചീറ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അടുത്തത് കിങ് ഓഫ് പെന്റിക്കലാണ്. ചീറ്റിങ് ഒരുപാട് ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ചീറ്റിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് കിങ് ഓഫ് പെന്റിക്കൽ. ഒരു ധനികൻ, എല്ലാം തികഞ്ഞ ഒരു സെൽഫിഷാണ് ആ വ്യക്തി. മറ്റുള്ളവരെ അവനവൻ്റെ കാര്യം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിൾ എല്ലാം ആ വ്യക്തിൻ്റെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ധനികനായി മാറിയിട്ടുള്ള അബണ്ടൻസ് വരുന്നുണ്ട് നന്നായിട്ട്. ഏത് പ്രശ്നവും വിജയത്തിൽ എത്തിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. അടുത്തത് സൺ കാർഡാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെയെല്ലാം ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത് എന്താണ്? സണ്ണിന്റെ പ്രകാശമാണ് വരുന്നത്. അപ്പം സൺ വന്നാൽ എന്താ അറിയാലോ, അത്രയും അബണ്ടൻസ്, അത്രയും സ്നേഹം പങ്കുവയ്ക്കാനുള്ള അവസരം, അത്രയും ലൈഫ് എൻജോയ് ചെയ്ത് എന്താണ് ഹാപ്പിനെസ്. ഇനി അങ്ങോട്ട് ഹാപ്പിനെസ് ആണ്. സൺ കാർഡ്, എംപറർ, മജിഷ്യൻ എല്ലാം ഇതാണ്. ഇനി നിങ്ങളുടെ ലൈഫിലെ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് സണ്ണാണ്, വെളിച്ചമാണ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത കപ്പിൾസാണ് നിങ്ങൾ. മുൻജന്മ ബന്ധമാണ് നിങ്ങൾ. ആ വ്യക്തിയുടെ വെളിച്ചമാണ്. എന്താ പറയാ, എല്ലാം പറഞ്ഞോളൂ. സൺ കാർഡ് വന്നാൽ എല്ലാം പറയാൻ കഴിയുന്ന എല്ലാം പറയാം. അത്രയും സമൃദ്ധി, വിജയം, സക്സസ്, സന്തോഷം, രാജയോഗം, അങ്ങനെ എല്ലാം പറയാം. സണ്ണിന് എന്ത് വേണമെങ്കിലും വർണ്ണിക്കാം. എനിക്ക് കിട്ടിയ സുന്ദരിയാണ്, എൻ്റെ ലക്കി ചാമാണ്, എൻ്റെ ഹൃദയസ്പന്ദനമാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെയാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. എൻ്റെ വെളിച്ചമാണ് നീ എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഈ ഒരു നമ്മൾ തമ്മിൽ ഒന്നാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കൂല. എൻ്റെ മനസ്സിൽ ഒരു ചെയർ ഇട്ടിട്ട് വെച്ചിരിക്കുന്ന ആ ചെയർ നിനക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞാലോ, അവിടെ ഗുഡായില്ലേ? ആ ഗുഡാണ് സണ്ണ്. രണ്ടുപേരും പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, ആ ചെയറിൽ നിന്നെ മാത്രം ഇരുത്തൂ. രണ്ടുപേരും അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ, അവിടെ സണ്ണായില്ലേ? ആ ചെയർ ഇട്ടിട്ട് അവരെ മാത്രം അവിടെ ഇരുത്തിയാൽ മതി എന്നാണ് രണ്ടുപേരും പറയുന്നത്. ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. ഹൃദയമിടിപ്പ് തന്നെ എന്താണ്? നീയാണ്. എൻ്റെ ഹൃദയമിടിപ്പ് നീയാണ്. രണ്ടുപേർക്കും എന്താന്ന് പറഞ്ഞാല് ഊർജ്ജസ്വലമായ ഒരു ആകർഷണമാണ്. ഊർജ്ജസ്വലമായ ആകർഷണം എന്ന് പറഞ്ഞാല് എന്താ പറയാ, അങ്ങനത്തെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക രണ്ടാളും അടുത്ത് നിൽക്കുമ്പോൾ. രണ്ട് ഹൃദയങ്ങളും തമ്മിൽ പരസ്പരം ആഗ്രഹിക്കുന്നു. രണ്ടുപേർക്കും ഒന്ന് മാറി നിൽക്കുമ്പം രണ്ടുപേർക്കും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയവും ആ സ്നേഹം കൂടുതൽ കൊണ്ടാണ്. സ്നേഹം കൂടുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. മിസ് ചെയ്യുന്നു, അങ്ങനെ പരസ്പരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു പേടി രണ്ടുപേർക്കും അത് തന്നെ സംഭവിക്കുന്നത്. അടുത്തത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാല് ഈഗോ. ഒരു സദസ്സിലെല്ലാം പോയി കഴിഞ്ഞാല് ഇതാര് എന്ന് ആരും ചോദിക്കും. അതാണ് അത്രയും ബോഡി ഗാർഡാണ്. ലേഡീസ് ആണെങ്കിൽ അത്രയും എന്താ അങ്കലാവണ്യത്തോടു കൂടിയ ബോഡി ഷേപ്പും എല്ലാം ആയിട്ട്, പക്ഷെ നല്ല ഈഗോ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തും തോറ്റു തരുന്ന സംഗതിയില്ല. ഒരു അധികാരവും ബുദ്ധിയും, രാജാവിനെ പോലത്തെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു രാജാവിനെ പോലത്തെ ഒരു പ്രൗഢിയും നേതൃത്വ പാഠവും ഒരു സദസ്സിനെ തേച്ച് നിലക്ക് നിർത്താനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് എംപറർ എന്ന് പറഞ്ഞാൽ. ഒരാളോട് സോറി പറയുന്ന പ്രശ്നമില്ല. ആ വ്യക്തിന്റെ തെറ്റാണെങ്കിൽ സോറി പറയില്ല. അത്രക്ക് ഈഗോവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തതായിരിക്കും. നിങ്ങൾക്കൊരു ഒരു വാക്ക് തന്നിനോ അത് വാക്ക് തന്നെ ആയിരിക്കും. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കൂല. അതാണ് ഈ എംപററിന്റെ പ്രത്യേകത. അടുത്തത് മജിഷ്യനാണ്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും, എന്ത് മാജിക് നടത്തിയിട്ടാലും ആ കാര്യം നേടിയെടുക്കും. അതിനുള്ള പവറുള്ള ഒരു വ്യക്തിയാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ
അത് നേടിയെടുക്കാനുള്ള പവറുള്ള വ്യക്തിയാണ്. അത് നേടിയെടുത്തിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ആ വ്യക്തി മാജിക്കെല്ലാം കാണിക്കും. അങ്ങനത്തെ അത്രയും പവറുള്ളൊരു വ്യക്തിയാണ്. ഇത് നിർത്താം. സൺ കാർഡ്. സൂര്യദേവൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സുമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെല്ലാം നിങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കിയെങ്കിലും ഈ വെളിച്ചം അതെല്ലാം തട്ടിത്തെറിപ്പിക്കും. സൺ കാർഡ് വന്നു കഴിഞ്ഞാൽ ആരെന്ത് നെഗറ്റീവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം വെളിച്ചം കൊണ്ട് തന്നെ അതൊക്കെ ഇതാകും. നിങ്ങളുടെ ലൈഫ് ഇനി ഒരു ഹാപ്പിനെസ്സിലേക്കാണ് പോകുന്നത്. എല്ലാ തരത്തിലും ഈ ഹാപ്പിനെസ് 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 എന്നാണ് സൂര്യദേവൻ പറയുന്നത്. ഹാപ്പി 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 എന്ന്. I am afraid to contact you. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണ്. It was my fault, but I blamed you. അത് എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. I want to be more than friends. എനിക്ക് നീ സുഹൃത്തിനേക്കാളും മുകളിലാണ്. I want you. എനിക്ക് നിന്നെ വേണം. കാസർഗോഡ് എ, എൻ ഇടുക്കി, ട്വിൻ ഫ്ലെയിം പൂരാടം, ചിത്ര വി, രേവതി അക്കൗണ്ടന്റ്, കോട്ടയം ഡിസംബർ, എസ് ആലപ്പുഴ, ആഗസ്റ്റ് അശ്വതി, എം തൃശ്ശൂർ, കൊല്ലം ഐ, തിരുവാതിര നവംബർ, പൂരുട്ടാതി ഡ്രൈവർ, തൃക്കേട്ട ആലപ്പുഴ, കെ വിശാഖം, 10 വീക്ക് റിങ്, ഗൾഫ് ചതയം, കോഴിക്കോട് ഡി, ഉത്രട്ടാതി ട്വിൻ ഫ്ലെയിം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.